ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 2025 മുഴുവൻ കറണ്ട് അഫെയറുമാണ് കേട്ടോ. അത് പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ള 2026 ജാനുവരിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് എഡീഷനിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ജനുവരി കംപ്ലീറ്റ് 2025 കംപ്ലീറ്റ് കറണ്ട് അഫെയർസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ് കേട്ടോ ഞാൻ ഈ ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ജനുവരി 15 പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫെയർ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, ഈ ഒരു ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇതിലുള്ള പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചർ അവാർഡ്സുകൾ, അതുപോലെ തന്നെ സ്പോർട്സ് അവാർഡുകൾ, പിന്നെ വേദികൾ, പിന്നെ പുതിയ അപ്പോയിൻമെൻറ്റ്, അതൊക്കെ നിങ്ങൾ ഈ കൂട്ടത്തിൽ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ ഒരു ബുക്കിലേക്ക് എഴുതി പോവാം കേട്ടോ. ഈ കഴിവതും അപ്പോയിൻമെൻറ്റുകളൊക്കെ ഒരു റെഡ് കളർ ഇങ്കൊണ്ടൊക്കെ ഒന്ന് എഴുതിയിട്ട് അങ്ങനെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം എടുത്ത് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ കുട്ടികൾക്കായിട്ടുള്ള ഇൻ്റർനെറ്റ് റേഡിയോയുടെ പേര് എന്താണ്? റേഡിയോ നെല്ലിക്ക എന്നുള്ളതാണ് കേട്ടോ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ കുട്ടികൾക്കായിട്ടുള്ള ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. ഇതിൻ്റെ ഒന്നും പേരുകൾ ഇനി മാറാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. തീരദേശ ഹൈവേയുടെ ഭാഗമായി കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഇരട്ട തുരങ്കപാത എവിടെയാണ് വരുന്നത്? ഫോർട്ട് കൊച്ചി വൈപ്പിനിലാണ് കേട്ടോ വരുന്നത്. തീരദേശ ഹൈവേയുടെ ഭാഗമായി കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഇരട്ട തുരങ്കപാത വരുന്നത് എവിടെയാണ്? ഫോർട്ട് കൊച്ചിൻ വൈപ്പിൻ. ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും സാമൂഹിക പുനരധിവാസവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച ഭവന പദ്ധതിയാണ് സുരക്ഷിതം ഭവന പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ സുരക്ഷിതം ഭവന പദ്ധതി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ട്രാൻസ്ജെൻഡർ സമൂഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അവരുടെ സുരക്ഷിതത്വവും സാമൂഹിക പുനരധിവാസവും ലക്ഷ്യമിട്ടിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച ഭവന പദ്ധതിയാണ് സുരക്ഷിതം ഭവന പദ്ധതി എന്ന് പറയുന്നത്. പട്ടികജാതി നഗരങ്ങളിലും പുറത്തുമായി ചിതറിക്കിടക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള സർക്കാർ പദ്ധതിയാണ് ഐശ്വര്യ ഗ്രാമം എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ സമുദ്ര പര്യവേക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പൂവാറാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുക്കണേ. സംസ്ഥാനത്ത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ സമുദ്ര പര്യവേക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പൂവാറാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്നേക്ക് ആൻഡ് സ്നേക്ക് ബൈറ്റ് അവയർനെസ് എന്ന ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച കേരള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് സർപ്പപാഠം എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്നേക്ക് ആൻഡ് സ്നേക്ക് ബൈറ്റ് അവയർനെസ് എന്ന ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച കേരള വനം വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? സർപ്പപാഠമാണ്. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായ മുൻ ഹൈക്കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. എഴുതി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായിട്ടുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായ മുൻ ഹൈക്കോടതി ജഡ്ജി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി നിയമിതനായിരിക്കുന്നത് ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള ഫിഷറീസ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനാകുന്നത് നിജു കുമാറാണ്. CPIMൻ്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത് MA ബേബി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറിയാണ് K ജയകുമാർ. കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി നിയമിതനാകുന്നത് റവാഡ ചന്ദ്രശേഖർ. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി നിയമിതനായത് റവാഡ ചന്ദ്രശേഖർ. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ A ജയ തിലക്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ A ജയ തിലക്. തിരിച്ചും ചോദിക്കാം കേട്ടോ, എത്രാമത് ചീഫ് സെക്രട്ടറി ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നും ചോദിക്കാം. അപ്പോൾ 50ാമത് എന്നുള്ളത് എന്താണ് ഓർത്തിരുന്നിട്ട് തന്നെ പഠിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് വെച്ചിട്ട് തന്നെ പഠിക്കുക കേട്ടോ. മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ CR പ്രസാദ് ആണ് കേട്ടോ. മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ CR പ്രസാദ്. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റാണ് P മോഹനൻ എന്ന് പറയുന്നത് കേട്ടോ. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? P മോഹനൻ. വൈസ് പ്രസിഡന്റ് TV രാജേഷ്. കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയാണ് മനോജ് എബ്രഹാം. കേരള സംസ്ഥാന വിജിലൻസ് മേധാവി ആരാണ്? മനോജ് എബ്രഹാം.
കുടിയേറ്റത്തിൻ്റെയും കുടിയേറ്റക്കാരുടെയും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? ഇടുക്കിയാണ് കേട്ടോ. കുടിയേറ്റത്തിൻ്റെയും കുടിയേറ്റക്കാരുടെയും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ തുടങ്ങിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ഓട്ടോ ടാക്സി പദ്ധതി ഏതാണ്? കേരള സവാരിയാണ്. കേരളത്തിൽ തുടങ്ങിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ഓട്ടോ ടാക്സി ഏതാണ്? കേരള സവാരി. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ കേരള സംസ്ഥാനത്തിനാണ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കേരളത്തിന്. അപൂർവ ഗ്രൂപ്പ് രക്തദാനം ചെയ്യാൻ സന്നദ്ധരായവരുടെ രജിസ്റ്റർ പുറത്താക്കിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് AI ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? AI സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. രാജ്യത്ത് ആദ്യമായി റോബോട്ടിക് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനം കൂടിയാണ് കേരളം. രാജ്യത്ത് ആദ്യമായി റോബോട്ടിക് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനം കൂടിയാണ് ഏത്? കേരളം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ. വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് അടുത്തിടെ തുടക്കമിട്ടത്? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ സിവിലിയന്മാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടി ഏതായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികളെക്കുറിച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാരാരൊക്കെയായിരുന്നു? വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയുമായിരുന്നു കേട്ടോ. വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയുമായിരുന്നു. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മുന്നേ കറണ്ട് അഫെയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 പാകിസ്ഥാൻ ഭീകരരെ വധിച്ച സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പായി റഫാൽ സുഖോയ് യുദ്ധവിമാനങ്ങളുമായി നടത്തിയ വ്യോമാഭ്യാസം ഏതായിരുന്നു? ആക്രമൺ അഭ്യാസമായിരുന്നു. 2025 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് പ്രബോവെ സുബിയാന്തെ എന്ന് പറയുന്നത്. പ്രബോവെ സുബിയാന്തെ ഏത് രാജ്യത്തെയാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് കേട്ടോ. അപ്പോൾ 2025 കഴിഞ്ഞത് എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമായിരുന്നു? 76ാമതാണ് കേട്ടോ. അപ്പോൾ 2026 വരാൻ പോകുന്നത് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ആണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഉടനടി അപ്ലോഡ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ പങ്കെടുത്തിട്ടുള്ള മുഖ്യ അതിഥി ചോദിക്കുന്നുണ്ട്, പിന്നെ ടാബ്ലോസ് ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും പുതുതായിട്ട് ഓരോ ഐറ്റം ഉൾപ്പെടുത്താറുണ്ട്, അത് ചോദിക്കാറുണ്ട്. പിന്നെ ഓരോ പരേഡിനെയും നയിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ പ്രധാനപ്പെട്ട ആളുകളുണ്ടെങ്കിൽ പുരുഷന്മാരെ സ്ത്രീകൾ നയിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദ് നഗരത്തിൻ്റെ പുതിയ പേര് എന്താണ്? സിന്ദൂർപുരം എന്നാണ് കേട്ടോ. സിന്ദൂർപുരം. ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂരാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം എവിടെ നിലവിൽ വരുന്നു? മൈസൂർ. ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻഡ്രം. ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം എവിടെ നിലവിൽ വരുന്നു? മൗസിൻഡ്രം. ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് മങ്കർ ഗ്രാമമാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ സത്താര ജില്ലയിലെ മങ്കർ ഗ്രാമത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മങ്കർ ഗ്രാമമാണ് കേട്ടോ തേൻ ഗ്രാമം എന്നറിയപ്പെടുന്നത്. അത് മഹാരാഷ്ട്രയിലെ സത്താര ജില്ലയിലാണ് അതുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? മഹാബലേശ്വറാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് എവിടെയാണ്? മഹാബലേശ്വറാണ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരമാണ് ഇൻഡോർ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരം ഏതാണ്? ഇൻഡോർ. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഭാർഗവാസ്ത്രയാണ് കേട്ടോ. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനത്തിൻ്റെ പേരാണ് ഭാർഗവാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ ഫയർ ആൻഡ് ഫോർഗെറ്റ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലിൻ്റെ പേരാണ് നാഗ് മാർക്ക് 2 എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ
സംവിധാനങ്ങൾ കേട്ടോ. മീൻസ് ഈ എന്താണ് മിസൈലുകൾ, പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും വിമാനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേട്ടോ, അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്റ്റ് ഡ്രോൺ ഏതാണ്? കാലഭൈരവാണ് കേട്ടോ, കാലഭൈരവാണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്റ്റ് ഡ്രോൺ ഏതാണ്? കാലഭൈരവാണ്, കാലഭൈരവ്. യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രു സൈന്യത്തിൻ്റെ മുന്നേറ്റം തടയുന്നതിന് പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച് പൊക്രാനിൽ പരീക്ഷിച്ച ആധുനിക ഡ്രോണിൻ്റെ പേരാണ് രുദ്രാസ്ത്ര എന്ന് പറയുന്നത് കേട്ടോ, രുദ്രാസ്ത്ര. യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രു സൈന്യത്തിൻ്റെ മുന്നേറ്റം തടയുന്നതിന് പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനികളായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച് പൊക്രാനിൽ പരീക്ഷിച്ച ഒരു ആധുനിക ഡ്രോണാണ് രുദ്രാസ്ത്ര എന്ന് പറയുന്നത്. വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈൽ ഏതാണ്? ഖാണ്ടീവ എന്നുള്ളതാണ് കേട്ടോ. വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലിൻ്റെ പേരാണ് ഖാണ്ടീവ. AI സംവിധാനം ഒരുക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ യുദ്ധക്കപ്പൽ ഏതാണ്? INS സൂറത്താണ്. AI സംവിധാനം ഒരുക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ യുദ്ധക്കപ്പൽ ഏതാണ്? INS സൂറത്ത്. AI ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് അല്ലേ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രാജ്യത്തിൻ്റെ സ്വന്തം ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏതാണ്? പ്രച്ഛന്താണ് കേട്ടോ. ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രാജ്യത്തിൻ്റെ സ്വന്തം ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏതാണ്? പ്രച്ഛന്താണ്. അത് നിർമ്മിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. ലേസർ ഉപയോഗിച്ച് ശത്രുവിൻ്റെ ആയുധങ്ങളെ തകർക്കാൻ സഹായിക്കുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ കേട്ടോ. ലേസർ ഉപയോഗിച്ച് ശത്രുവിൻ്റെ ആയുധങ്ങളെ തകർക്കാൻ സഹായിക്കുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ എത്രാമത് രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 4ാമത് രാജ്യമാണ്. ഗഗൻയാൻ യാത്ര നടക്കുന്ന പേടകത്തിലെ വിവിധ സൗകര്യങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കുന്നതിനായി അയക്കുന്ന ISROയുടെ ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോമമിത്ര എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വ്യോമമിത്ര കുറേ ആയി ചോദിക്കാൻ തുടങ്ങിയിട്ട്. 2 വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യമായിരുന്നു സ്പേഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓൺ ദി എഡ്ജ് എന്ന പേരിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗാലറി എവിടെ ആരംഭിക്കുന്നു? കൊൽക്കത്തയിലാണ് കേട്ടോ. ഓൺ ദി എഡ്ജ് എന്ന പേരിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗാലറി എവിടെ ആരംഭിക്കുന്നു? കൊൽക്കത്തയിൽ. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ റായ്പൂരിനടുത്തുള്ള ഗ്രാമമാണ് തുൾസി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ റായ്പൂരിനടുത്തുള്ള ഗ്രാമം ഏതാണ്? തുൾസിയാണ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലായിരിക്കും? വിജയദുർഗ് എന്ന പേരിലായിരിക്കും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായിട്ടുള്ള കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ എന്ത് പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്? വിജയ്ദുർഗ് എന്ന പേരിലാണ്. മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് ധാരാശിവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ധാരാശിവ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ്. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ എന്ന സ്ഥലത്തിൻ്റെ പുതിയ പേരാണ് ഈശ്വർപൂർ എന്ന് പറയുന്നത്. അസമിലെ ജാഗിറോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേരെന്താണ്? രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റിയാണ് കേട്ടോ. അസമിലെ ജാഗിറോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ചോദിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യത്തെ ആദ്യത്തെ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുന്നത് ജൂൺ 21 നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ആ സമയത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യത്തെ ആദ്യത്തെ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ആംബുലൻസ് സർവീസ് സഞ്ജീവനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ആംബുലൻസ് സർവീസിൻ്റെ പേരാണ് സഞ്ജീവനി എന്ന് പറയുന്നത്. അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ബാദ്ഷാഹിബാദ് നഗരത്തിൻ്റെ പുതിയ പേര് എന്താണ്? ബ്രഹ്മപുരം എന്നാണ്. ബാദ്ഷാഹിബാദ് നഗരത്തിൻ്റെ പുതിയ പേരെന്താണ്? ബ്രഹ്മപുരം. ബീഹാറിലെ ഗയ നഗരം ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് ഗയാജി എന്ന പേരിലാണ് കേട്ടോ. ഗയ നഗരം ഗയാജി.
2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? സുവർണ ഭാരത് പൈതൃകവും വികസനവും എന്നുള്ളതായിരുന്നു. 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? സുവർണ ഭാരത് പൈതൃകവും വികസനവും. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായിട്ടുള്ള ആദ്യ മലയാളി PR രമേശ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളിയാണ് PR രമേശ്. 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർമാരായി നിയമിതരായത് പൂനം ഗുപ്തയും കിതിക് ചന്ദ്ര മുർമുവാണ്. 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർമാരായി നിയമിതരായത് പൂനം ഗുപ്ത, കിതിക് ചന്ദ്ര മുർമു. 2026 മെയ് 30 വരെ കാലാവധി നീട്ടി നൽകിയ സംയുക്ത സേനാ മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ. 2026 മെയ് 30 വരെ കാലാവധി നീട്ടി നൽകിയ സംയുക്ത സേനാ മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാനാണ്. അപ്പോൾ ജനറൽ അനിൽ ചൗഹാൻ 2026 മെയ് 30 വരെ എന്താണ് സംയുക്ത സേനാ മേധാവി പദവി വഹിക്കും. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അതായത് റോ, അതിൻ്റെ തലവൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരാഗ് ജെയിനാണ് കേട്ടോ. പരാഗ് ജെയിൻ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ തലവൻ ആരാണ്? പരാഗ് ജെയിൻ. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായിരിക്കുന്നത് അലോക് ജോഷിയാണ്. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായിരിക്കുന്നത് ആരാണ്? അലോക് ജോഷി. ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ. ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇനി ഇതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത 15 ജനുവരി 15 PSC ബുള്ളറ്റിൻ ക്ലാസ് ഇടുന്നു പറഞ്ഞല്ലോ. അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറേ അപ്പോയിൻമെൻറ്റ് മാറിയിട്ടുണ്ട്, അത് ഞാൻ അപ്പം അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കുമേ. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്താണ്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായിരിക്കുന്നത് അജയ് സേത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറാണ് ശക്തികാന്ത ദാസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായിരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറായിരുന്നു ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ES പത്മകുമാറാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ A രാജരാജനാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം. സെബിയുടെ പുതിയ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. അപ്പോൾ ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ES പത്മകുമാർ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ES രാജരാജൻ. അതുപോലെ തന്നെ സെബിയുടെ പുതിയ ചെയർമാനായി നിയമിതനായിരിക്കുന്നത് തുഹിൻ കാന്ത പാണ്ഡെ. ഇമ്പോർട്ടൻ്റ് ആണ്, മുഴുവനും എഴുതിയെടുക്കണേ. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിട്ടുള്ളത് രേഖ ഗുപ്ത. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിട്ടുള്ളത് രേഖ ഗുപ്ത. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി മർലേന എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന 4ാമത്തെ വനിതയാണ് രേഖ ഗുപ്ത. അപ്പോൾ ഈ രേഖ ഗുപ്തനെ മാത്രം പഠിച്ചാൽ പോരാ, ഈ 3 പേരും കൂടെ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കാത്ത വനിതകളിൽ ഉൾപ്പെടുന്നത് ആരും ഉൾപ്പെടാത്ത ആരും എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ചോദ്യം വരാം കേട്ടോ. അപ്പോൾ സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി മർലേന, അവർക്ക് ശേഷം ആരാണ് 4ാമതായിട്ട് മുഖ്യമന്ത്രിയാകുന്ന വനിത ആരാണ്? രേഖ ഗുപ്ത. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതനായ ബോളിവുഡ് താരമാരാണ്? ദീപിക പദുക്കോണാണ്. ബ്രാൻഡ് അംബാസിഡേഴ്സിനൊക്കെ ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കണേ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് താരമാണ് ദീപിക പദുക്കോൺ. മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് കത്രീന കൈഫ് എന്ന് പറയുന്നത്. മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് കത്രീന കൈഫ് നിയമിതയായിരിക്കുന്നത്. ശ്രീലങ്കയിൽ ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതം അനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നുള്ളത് കേട്ടോ. തിരിച്ചും ചോദിക്കാം കേട്ടോ. ശ്രീലങ്കയിൽ ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരന്തം അനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ സാഗർ ബന്ധു ആണ്.
ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം ഏതായിരുന്നു? ഓപ്പറേഷൻ സിന്ധു ആയിരുന്നു കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ധു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കിഴക്കിൻ്റെ ട്രോയ് എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കോട്ടയാണ് ജിഞ്ചി കോട്ട കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കിഴക്കിൻ്റെ ട്രോയ് എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കോട്ടയാണ് ജിഞ്ചി കോട്ട. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? വികാസ് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് കേട്ടോ. VBG റാംജി എന്ന് ചുരുക്കപ്പേര് കേട്ടോ. വികാസ് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കാവേ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായിരിക്കുന്നത് ഡോക്ടർ അജയ് കുമാറാണ് കേട്ടോ. UPSCയുടെ ചെയർമാനായി നിയമിതനായിരിക്കുന്നത് ഡോക്ടർ അജയ് കുമാറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? CP രാധാകൃഷ്ണനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആരായിരുന്നു? ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരുന്നു കേട്ടോ. 52ാമത് BR ഗവായി ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോയിൻമെൻ്റ് ഒക്കെ ഇമ്പോർട്ടൻറ്റുകളാണ്, എഴുതി വെച്ചേക്കണേ. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായിരിക്കുന്നത് R വെങ്കിട്ടരമണിയാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായിരിക്കുന്നത് R വെങ്കിട്ടരമണിയാണ്. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണേ, എഴുതി വെച്ചേക്കണേ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. ഇനി വരുന്ന എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത് ഈ പേരായിരിക്കും കേട്ടോ, രാജ്കുമാർ ഗോയൽ എന്നായിരിക്കുമേ, എഴുതി വെക്കണേ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായിരിക്കുന്നത് ജ്ഞാനേഷ് കുമാർ അല്ല, ഗ്യാനേഷ് കുമാറാണ് കേട്ടോ. ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. ഗോത്രഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ട്രാൻസ്ലേറ്റർ ഏതാണ്? ആദി വാണിയാണ് കേട്ടോ. ആദി വാണി. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അങ്കണവാടി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വഡാണ ഗ്രാമത്തിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ജില്ലയിലുള്ള വഡാണ ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അങ്കണവാടി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച പദ്ധതി ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാറങ്കൽ ശാഖയിലാണ് കേട്ടോ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് എന്താണ് അവിടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ എന്താണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഒരു ഗോൾഡ് ലോൺ ATM ആരംഭിച്ചിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാൻ ഒരുങ്ങുന്ന നിർദ്ദിഷ്ട ആരവല്ലി സഫാരി പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാൻ ഒരുങ്ങുന്ന നിർദ്ദിഷ്ട ആരവല്ലി സഫാരി പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ് കേട്ടോ. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്നത്. മിതാതൽ, തിഗ്രാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ് കേട്ടോ. മിതാത്തൽ, തിഗ്രാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഹരിയാന. 2025 മാർച്ചിൽ മ്യാൻമറിലുണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം എന്തായിരുന്നു? ഓപ്പറേഷൻ ബ്രഹ്മയായിരുന്നു കേട്ടോ. 2025 മാർച്ചിൽ മ്യാൻമറിലുണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ ബ്രഹ്മ. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 16 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മയുടെ വരച്ച ചിത്രം എന്തായിരുന്നു? രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏതായിരുന്നു? റിദ്ധി സിദ്ധി ഗണപതി ആയിരുന്നു കേട്ടോ. റിദ്ധി സിദ്ധി ഗണപതി 16 കോടിക്കാണ് വിറ്റുപോയിരിക്കുന്നത് കേട്ടോ. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിൽ ലേലത്തിൽ 16 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏതായിരുന്നു? റിദ്ധി സിദ്ധി ഗണപതി. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 2.6 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ വരച്ച ഹൈദരാബാദ് നൈസാമിൻ്റെ ചിത്രമായിരുന്നു മഹബൂബ് അലിഖാൻ അസഫ്ജ ആറാമൻ എന്ന് പറയുന്നത് കേട്ടോ. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 2.6 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ വരച്ച ഹൈദരാബാദ് നൈസാമിൻ്റെ ചിത്രം മഹബൂബ് അലിഖാൻ അസഫ്ജ ആറാമൻ.
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രശസ്ത ഹിൽ സ്റ്റേഷനായ സീറോ വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രശസ്ത ഹിൽ സ്റ്റേഷനായ സീറോ വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. സാംസ്കാരിക പൈതൃകവും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ് സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. സാംസ്കാരിക പൈതൃകവും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ് സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തവാങ്ങിലാണ്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ് ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായിട്ട് ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 2025 അന്തരിച്ച കടുവ സംരക്ഷണത്തിനായി ജീവിതം നീക്കിവെച്ച ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു വാൽമീക് താപ്പർ എന്ന് പറയുന്നത് കേട്ടോ. 2025 അന്തരിച്ച കടുവ സംരക്ഷണത്തിനായി ജീവിതം നീക്കിവെച്ച ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു വാൽമീക് താപ്പറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2025 അന്തരിച്ച 1 കോടിയിലധികം മരങ്ങൾ നട്ടുവളർത്തിയ പരിസ്ഥിതി പ്രവർത്തകനും തെലങ്കാനയുടെ വൃക്ഷമനുഷ്യനുമായ വ്യക്തിയാരായിരുന്നു? ദാരിപ്പള്ളി രാമയ്യ. 2025 നവംബർ 14 അന്തരിച്ച വൃക്ഷമാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ് സാലുമരത തിമ്മക്ക. ചോദിച്ചതാണ്. 2025 നവംബർ 14 അന്തരിച്ച വൃക്ഷമാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക ആരായിരുന്നു? സാലുമരത തിമ്മക്കയായിരുന്നു. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വന്യജീവി ഫോട്ടോഗ്രാഫറായിരുന്നു വസുധ ചക്രവർത്തി. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഒഡീസി നൃത്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? മായാദർ റൗട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മായാദർ റൗട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസി നൃത്തവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2025 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത കഥക് നർത്തകിയാണ് കുമുദിനി ലാക്കിയ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. കുമുദിനി ലാക്കിയ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തുമായിട്ടാണ്? കഥക് നർത്തകിയാണ് കേട്ടോ. കുമുദിനി ലാക്കിയ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു നവീൻ ചാപ്ല. 2025 മെയ്യിൽ അന്തരിച്ച നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ ജനറലും ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? സരോജ് ഘോഷാണ് കേട്ടോ. ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സരോജ് ഘോഷാണ്. അദ്ദേഹം എന്ത് ചെയ്തു? 2025 മെയ്യിൽ അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെയാണ് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ സ്ഥാപക ഡയറക്ടറാണ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു ഷിബു സോറൻ. 2025 മെയ് 11 ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. 2025 മെയ് 11 ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് എവിടെ ആരംഭിച്ചു? ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഗ്മെൻറ്റഡ് മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ഏതാണ്? ഉന്നാവോ ആണ് കേട്ടോ. ഉത്തർപ്രദേശിലെ ഉന്നാവോ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഗ്മെൻറ്റഡ് മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട സൽഗാൻ ഫോസിൽസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇമ്പോർട്ടൻ്റ് ആണ്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സൽഗാൻ ഫോസിൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 മെയ് 20 അന്തരിച്ച ഇന്ത്യയുടെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ MR ശ്രീനിവാസനായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. 2025 മെയ് 20 അന്തരിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കർ എന്ന് പറയുന്നത്. 2025 മെയ് 20 അന്തരിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കർ. സ്കൂബ ഡൈവിങ്ങിനിടെ അപകടത്തിൽ മരിച്ച ഇന്ത്യൻ ഗായകനായിരുന്നു സുബിൻ ഗാർഗ്. 2025 യുനെസ്കോ മെമ്മറി ഓഫ് ദി വേൾഡ് ഇൻ്റർനാഷണൽ രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകൾ ഏതൊക്കെയായിരുന്നു? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമായിരുന്നു. 2025 യുനെസ്കോ മെമ്മറി ഓഫ് ദി വേൾഡ് ഇൻ്റർനാഷണൽ രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകളാണ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം തുടങ്ങിയവ.
5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹാരപ്പൻ വാസസ്ഥലത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഗുജറാത്തിലെ പ്രദേശം ഏതാണ്? കച്ചിലാണ് കേട്ടോ. കച്ചിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗുജറാത്തിലെ കച്ചിലാണ് 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹാരപ്പൻ വാസസ്ഥലത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 2025 ഉദ്ഘാടനം ചെയ്യപ്പെട്ട വന്താര വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വന്താര വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 2025 ജൂലൈ 5 തറക്കല്ലിട്ട ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്തിലെ ആനന്ദിലാണ് TSU സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതെന്താണ്? ആദ്യത്തെ സഹകരണ സർവകലാശാലയാണ് ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദ്. ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് കേട്ടോ. ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിലവിൽ വന്ന പുതിയ ജില്ല ഏതാണ്? വാവ് താരാടാണ് കേട്ടോ. 34ാമത്തെ ജില്ലയാണ് വാവ് താരാട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏത് സംസ്ഥാനത്ത് നിലവിൽ വന്ന പുതിയ ജില്ലയാണ്? ഗുജറാത്ത് സംസ്ഥാനത്തിൽ 34ാമതായിട്ട് വന്നിരിക്കുന്ന ജില്ലയാണ് വാവ് താരാട് എന്ന് പറയുന്നത്. ഓർമ്മയിലിരിക്കട്ടെ. ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേദി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഗുനേദി ഗ്രാമം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്താണ്. അത് എന്തിനാണ് പ്രശസ്തി നേടിയിരിക്കുന്നത്? ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഏത്? ഗുനേദി ഗ്രാമം. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്തിലെ കച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്താണ്. ഇന്ത്യയിലെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. 2025 ഹൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 1-ാം സ്ഥാനത്തുള്ള വ്യക്തി മുകേഷ് അംബാനിയാണ്. ഫോബ്സ് 2025 അതിസമ്പന്നരായ 100 ഇന്ത്യക്കാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള വ്യക്തിയാണ് മുകേഷ് അംബാനി. നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 1-ാമതെത്തിയ സംസ്ഥാനമാണ് ഒഡീഷ. ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡുകളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നീതി ആയോഗ് പുറത്തിറക്കിയിട്ടുള്ള 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 1-ാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ. 2024 നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സേഫ്റ്റി അവാർഡുകളിൽ സർവ്വശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം നേടിയ വിമാനത്താവളമാണ് മോപ്പ വിമാനത്താവളം കേട്ടോ. മോപ്പ വിമാനത്താവളം ഗോൾഡൻ ട്രോഫി എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സർവ്വശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം. അത് നേടിയിരിക്കുന്നത് മോപ്പ വിമാനത്താവളം. ഹാരപ്പൻ മോഹൻജൊദാരോ നാഗരികതയുടെ കണ്ടെത്തലിൽ നിർണായക പങ്ക് വഹിച്ച ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ്? തമിഴ്നാട്ടിലെ ആട്ടുകടിയിലാണ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെ നിലവിൽ വരുന്നു? തമിഴ്നാട്ടിലെ ആട്ടുകടിയിൽ. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി നിലവിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധനുഷ്കോടിയിലാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധനുഷ്കോടിയിലാണ്. സ്വച്ഛ് സർവേക്ഷൺ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിഹീനമായ നഗരമാണ് മധുര എന്ന് പറയുന്നത്. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ഗാസിയാബാദാണ്. പ്രതിരോധങ്ങൾക്കാവശ്യമായി ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? ബിത്രയാണ് കേട്ടോ. ബിത്രയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപാണ് ബിത്ര എന്ന് പറയുന്നത്. 2025 ഗ്രീസിലെ ആൻഡ്രാവിഡ എയർബേസിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോകോസ് 25 എന്ന് പറയുന്നത് കേട്ടോ. ഇനിയോകോസ് 25. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രകടനമായ എയ്റോ ഇന്ത്യ 2025 വേദിയായത് യലഹങ്കയിലായിരുന്നു കേട്ടോ. യലഹങ്ക വ്യോമസേന സ്റ്റേഷനിലായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രകടനമായിട്ടുള്ള എയ്റോ ഇന്ത്യ 2025 വേദിയായത്. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ പങ്കെടുത്ത ബൃഹത്തായ ബഹുമുഖാഭ്യാസമായ എക്സൈസ് ബ്രൈറ്റ് സ്റ്റാർ 2025 ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഈജിപ്ത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും പങ്കെടുത്തിട്ടുള്ള വലിയൊരു ബഹുമുഖാഭ്യാസമായിട്ടുള്ള എക്സൈസ് ബ്രൈറ്റ് സ്റ്റാർ 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഈജിപ്ത് ആയിരുന്നു. 2025 ഫെബ്രുവരിയിൽ ജപ്പാനിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്? ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളതാണ് കേട്ടോ.
ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ തയ്യാറാക്കിയ അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 96ാമതാണ് കേട്ടോ. 96ാമതാണ്. ബെർലിൻ ആസ്ഥാനമായിട്ടുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ തയ്യാറാക്കിയിട്ടുള്ള അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 2025 ഏറ്റവും പുതിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131. ഒന്നാമതെത്തിയിരിക്കുന്നത് ഐസ്ലാൻഡാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ്? ആദി സംസ്കൃതിയാണ് കേട്ടോ. ന്യൂഡൽഹിയിലെ ആദി സംസ്കൃതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാല ഏതാണ്? സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാല. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിൽ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പരമ്പരാഗത സംഗീതോപകരണങ്ങൾ കൈകൊണ്ട് നിർമ്മിക്കുന്നതിന് ഭൗമസൂചിക പദവി ലഭിച്ച മിരാജ് നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? മഹാരാഷ്ട്ര. ഇമ്പോർട്ടൻ്റ് ആണ്. പരമ്പരാഗത സംഗീതോപകരണങ്ങൾ കൈകൊണ്ട് നിർമ്മിക്കുന്നതിന് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള മിരാജ് നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. കൂടാതെ പഞ്ചസാരയുടെ അമിതോപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് ഇന്ത്യയിൽ ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയായിരുന്നു? പൂനെയിലായിരുന്നു കേട്ടോ. കേരളത്തിലാണെങ്കിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലും. സിക്കിമിൽ നിന്നും സോളമൻ ദ്വീപുകളിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളകിനമാണ് ഡാലേ മുളക് എന്ന് പറയുന്നത് കേട്ടോ. ഡാലേ ചില്ലി. സിക്കിമിൽ നിന്നും സോളമൻ ദ്വീപുകളിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളക് ഇനമാണ് ഡാലേ മുളക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതാണ്? യാക്തേൻ ആണ് കേട്ടോ. സിക്കിമിലെ യാക്തേൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം. സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? റാങ്പോ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? റാങ്പോ റെയിൽവേ സ്റ്റേഷൻ. 2025 മെയ് മാസത്തിൽ സുവർണ ജൂബിലി ആഘോഷിച്ച സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത്. 2025 മെയ് മാസത്തിൽ സുവർണ ജൂബിലി ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന ആശയം ബജറ്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അസമാണ് കേട്ടോ. ആ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി അജന്ത നിയോഗായിരുന്നേ. സ്വന്തമായിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന ആശയം ബജറ്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. ബഹിരാകാശ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്പേസുമായി സഹകരിച്ച് അസം നിർമ്മിക്കാൻ ഒരുക്കുന്ന ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? അസം സാറ്റ് എന്നാണ് കേട്ടോ. അസം സാറ്റ്. ബഹിരാകാശ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്പേസുമായി സഹകരിച്ച് അസം നിർമ്മിക്കാൻ ഒരുക്കുന്ന ഉപഗ്രഹത്തിൻ്റെ പേരാണ് അസം സാറ്റ്. സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അസമാണ്. അത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? അസമാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് അസം. 2025 100ാം ജന്മവാർഷികം ആചരിച്ച ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാരായിരുന്നു? രാജ രാമണ്യ. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. തുടർച്ചയായി കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. 8 കേന്ദ്ര ബജറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യത്തെ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആരാണ്? രിതിക ടിർക്കിയാണ്. ടൈം മാഗസിൻ്റെ 2025 വുമൻ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരി പൂർണിമ ദേവി ബർമനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാഗസിൻ്റെ 2025 വുമൻ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യക്കാരിയാണ് പൂർണിമ ദേവി ബർമൻ. 2025 ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരായിരുന്നു എക്യുവെരിൻ എന്ന് പറയുന്നത്. അതിൽ ദിവേഹി ഭാഷയിൽ അതിൻ്റെ അർത്ഥം സുഹൃത്തുക്കൾ എന്നാണ് കേട്ടോ. 2025 മാർച്ചിൽ അറബിക്കടലിൽ വെച്ച് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള നാവികാഭ്യാസത്തിൻ്റെ പേരെന്തായിരുന്നു? വരുണ എന്നുള്ളതായിരുന്നു കേട്ടോ. വരുണ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള നാവികാഭ്യാസത്തിൻ്റെ പേരായിരുന്നു.
ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ് 2025 എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ്. ഇന്ത്യൻ നാവികസേനയും ബംഗ്ലാദേശ് നാവികസേനയും ബംഗാൾ ഉൾക്കടലിൽ നടത്തിയ സംയുക്ത നാവികാഭ്യാസം ഏതായിരുന്നു? ബോങ്കോ സാഗർ ആണ് കേട്ടോ. ബോങ്കോ സാഗർ. ഇന്ത്യൻ നാവികസേനയും ബംഗ്ലാദേശ് നാവികസേനയും ബോങ്കോ സാഗർ. 2025 രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനികാഭ്യാസമായിരുന്നു സൈക്ലോൺ തേർഡ് കേട്ടോ. 2025 രാജസ്ഥാനിലാണ് നടന്നത് ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരെന്തായിരുന്നു? സൈക്ലോൺ തേർഡ്. ഇന്ത്യൻ വ്യോമസേന ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും US വ്യോമസേന സ്പെഷ്യൽ ഫോഴ്സും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസമായിരുന്നു ടൈഗർ ക്ലോ എന്ന് പറയുന്നത്. ഇന്ത്യയുടെയും കിർഗിസ്ഥാൻ്റെയും സംയുക്ത സൈനികാഭ്യാസമാണ് ഗജ്ജാർ എന്ന് പറയുന്നത് കേട്ടോ. ഗജ്ജാർ. ഇന്ത്യയും കിർഗിസ്ഥാൻ്റെയും സംയുക്ത സൈനികാഭ്യാസമാണ് ഗജ്ജാർ. 2025 നടന്ന ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം ഏതായിരുന്നു? ബോൾഡ് കുരുക്ഷേത്ര എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ബോൾഡ് കുരുക്ഷേത്ര ഏതൊക്കെ തമ്മിലുള്ളതാണ്? ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ നടന്നതാണ്. സംയുക്ത സൈനികാഭ്യാസമായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ദിവ്യദൃഷ്ടി എക്സൈസ് 2025 നടന്നത് എവിടെയാണ്? സിക്കിമിലാണ് കേട്ടോ. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ദിവ്യദൃഷ്ടി എക്സൈസ് 2025 എവിടെ നടന്നു? സിക്കിമായിരുന്നു വേദി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അവാർഡുകൾ പഠിച്ചു, അപ്പോയിൻമെൻറ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. വിവരാവകാശം കമ്മീഷണർ മാറിയിട്ടുണ്ട്, അത് പഠിച്ചു. പിന്നെന്താണ് നമ്മുടെ രാജേന്ദ്ര അർലേക്കാർ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അത് പഠിച്ചു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആളാണ്. സെബിയുടെ ചെയർമാൻ, UPSC ചെയർമാൻ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം എഴുതിയെടുത്തേക്കണേ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അപ്പോയിൻമെൻറ്റുകൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു റെഡിങ്ങിലൊക്കെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു പേപ്പറോ അധികമൊന്നും എഴുതേണ്ടി വരില്ലല്ലോ. അപ്പോൾ വല്ല പേപ്പർ എന്തെങ്കിലും ബുക്കിൽ പിൻ ചെയ്ത് വെക്കണ തരത്തിൽ എഴുതിയിട്ട് മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം പോകുന്ന സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ LDSനും 10th പ്രിലിംസിനും അതുപോലെ തന്നെ VFAക്ക് പ്രിലിംസ് ഇല്ല, മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പ്രിലിംസിനുള്ളവർ എന്ത് ചെയ്യാന്നറിയോ? പ്രിലിംസിന് മാത്രമായിട്ട് നോക്കരുത്, മാർക്ക് വെച്ചിട്ട് പഠിക്കുമ്പോൾ മെയിൻസിനും കൂടെ മുന്നിൽ കണ്ടിട്ട് പഠിക്കുക കേട്ടോ. ഇത്തിരി ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും കാര്യമായിരിക്കും. പിന്നെ ഒരുപാട് വാരി വലിച്ചിട്ട് ഒരുപാട് പഴയ കാര്യങ്ങളിലേക്കൊന്നും പോകാണ്ടിരിക്കുക. ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത് നമ്മുടെ പുതിയ SCERT എന്നുള്ളതാണ് കേട്ടോ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, SCERT 5 മുതൽ 10ാം ക്ലാസ് വരെ നിർബന്ധമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണേ. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഹിസ്റ്ററി അതുപോലെ ജോഗ്രഫി ഇതെല്ലാം SCERTയിൽ നിന്നാണ്, ബേസ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ SCERT ആദ്യം നമ്മൾ കംപ്ലീറ്റ് നല്ല വൃത്തിയിൽ പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കി. പിന്നെ ഡെയിലി VFAക്ക് ഉള്ളവരും ബെവ്കോ LDക്ക് തയ്യാറെടുക്കുന്നവരും ഞാൻ പറയുന്നത് പോലെ മലയാളം PYക്ക് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. മലയാളം PYക്ക് തന്നെ ചെയ്ത് നോക്കുക. PYക്ക് വിത്ത് റിലേറ്റഡ് ഫാക്റ്റ് നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഡെയിലി ഒരു അരമണിക്കൂർ വീതം അതിന് ചിലവാക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരിക്കലും അത് നിങ്ങൾക്കൊരു ഒരു വേണ്ടാത്തൊരു ചെയ്തിയായിട്ട് നിങ്ങൾക്ക് പിന്നീട് തോന്നുകയില്ല. തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഈ പര്യായ പദങ്ങൾ അതുപോലെ പിന്നെ പിരിച്ചെഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് എതിർപദമൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്കത് കാണാണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കില്ല പര്യായ പദങ്ങളൊക്കെ. അപ്പോൾ PYക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് പര്യായങ്ങൾ ഒന്നിൻ്റെ പര്യായം നമുക്ക് ഒന്നിൽ നിന്ന് കിട്ടും, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും, അടുത്തതിൽ നിന്ന് അങ്ങനെ കിട്ടും. അങ്ങനെ നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും. ഇംഗ്ലീഷ് ഡയറക്റ്റ് സ്പീച്ച് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകം നോട്ടുകളിൽ എഴുതിയിട്ട് പഠിക്കാട്ടോ. അതിൻ്റെയൊക്കെ കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് പഠിക്കുക. ആക്സിഡൻ്റ് ആകുമ്പോൾ ഇന്നത്, അതുപോലെ തന്നെ കലണ്ടറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ, സമയം പറയുമ്പോൾ ഇങ്ങനെ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നെയ്തർ നോർ വരുമ്പോൾ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്ട്രാ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും മാറാൻ പോകാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും അതൊന്നും മാറില്ല.
അപ്പോൾ അത് ഒരു വട്ടം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, തറവാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമ്മൾ എന്താണ് എഴുതാൻ പോകുന്ന ബാക്കിയുള്ള എല്ലാ എക്സാമിനും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് തറവാക്കിയിട്ട് തന്നെ പഠിക്കുക. അതൊരു പേപ്പറിലേക്ക്, ഒരു ബുക്കിലേക്ക് തന്നെ എഴുതി വെക്കുക കേട്ടോ. കാരണം അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ അഡീഷണൽ ആയിട്ട് എഴുതി വെക്കേണ്ട കാര്യമില്ല. അതിൻ്റെയൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ തന്നെ നമുക്ക് സുഖമാണ്. അപ്പോൾ അത് ചെയ്യുക. മാത്സ് ഡെയിലി ഞാൻ പറഞ്ഞ പോലെ VYക്ക് വർക്കൗട്ട് ചെയ്യുക തന്നെ ചെയ്യുക കേട്ടോ. കഴിവതും നിങ്ങളെന്താണ് ട്രിക്കുകൾ യൂസ് ചെയ്യാണ്ട്, അതിൻ്റെ ട്രിക്കുകൾ യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ജെറിൻ സാറിൻ്റെ ക്ലാസ്സിലുള്ള കുറേ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ട്രിക്ക് ടേൺ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, മാത്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് അത്. അതിൽ പറയുന്നത് നമ്മൾ ഒരു വട്ടം ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. ഒരു വട്ടം നമ്മൾ സാറ് പറയുന്ന ക്വസ്റ്റ്യൻ എടുത്തു, അതിൻ്റെ ട്രിക്ക് ഇത് സുഖമാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് എഴുതി വെച്ചതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ട്രിക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ ഇരുന്നിട്ട് നമ്മൾ കുഴയുക, അങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും. കഴിവതും അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമുക്കൊരു മാർക്ക് പോലും മിസ്സാവാൻ പാടില്ല. കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റാണ് കേട്ടോ. ഇനി മുതൽ അങ്ങോട്ടൊക്കെ കോമ്പറ്റീഷൻ നല്ല ടൈറ്റാവും. കാരണം ഇനി വരുന്നത് നല്ല നല്ല എക്സാമുകളാണ് കേട്ടോ വരുന്നത്. ഒരിക്കലും മടി പിടിച്ചിട്ട് വീട്ടിലിരിക്കാണ്ടിരിക്കുക, നന്നായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. നിങ്ങളെക്കൊണ്ട് കഴിയാത്ത കേടൊന്നുമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് വാരി വലിച്ചിട്ട് പഠിക്കാനോ, ഇപ്പോൾ ഒരു ടോപ്പിക്ക് എന്നാൽ അതിനെക്കുറിച്ച് കുറേ വാരി വലിച്ചിട്ട് പഴയ കാര്യങ്ങളടക്കം പഠിച്ചിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള SCRT ഭാഗങ്ങളാണ് കവർ ചെയ്യണത്. ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ സിലബസുമായിട്ട് ഒത്തുപോകുന്ന SCRT ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്യും. അതിനൊരു മോക്ക് ടെസ്റ്റ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നടത്തുകയും ചെയ്യും. അങ്ങനെയാണ് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു ക്ലാസ്സുമായിട്ട് ഇനിയും വരാട്ടോ. ഇനി 2026 ജനുവരി 15 കറണ്ട് അഫെയർ ആണ് കേട്ടോ തുടങ്ങാൻ പോണത്. അപ്പോൾ ഞാൻ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേറെ ഇപ്പോൾ റിപ്പബ്ലിക് ദിനം പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കറണ്ട് അഫെയർ ആയിട്ട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെ ആയിട്ട് ചിലപ്പോൾ മാറാട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കണം. അതൊക്കെ ഞാൻ ചെറിയ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. അതുവരേക്കും താങ്ക് യു.